മറ്റ് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഡോക്ടർ ശശി തരൂർ MP പുസ്തകം ഏറ്റുവാങ്ങുന്ന നമ്മളുടെ ഋഷിവര്യനായ ശ്രീ O രാജഗോപാൽ സാർ, നമ്മളുടെ ഈ പുസ്തകം രചിച്ച ഏറ്റവും ബഹുമാനിയായ പത്മശ്രീ ഡോക്ടർ ശോഭന മഹേഷ്, ഇതിന്റെ മനോഹരമായ തർജ്ജിമ നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മളുടെ ഈ യോഗം ഇന്ന് നടത്തുന്നത് നമ്മുടെ എല്ലാം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസത്തിലാണ്. പ്രണയ ദിനത്തിലെ ഒരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി ഇതിനെ ഞാൻ കാണുന്നു. ഈ ഒരു ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ജെയിൻ ജോസഫാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് വിശ്വപൗരനെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ശശി തരൂർ MP സാറാണ്. അദ്ദേഹം മറ്റ് യാതൊരു വിശേഷണങ്ങൾക്കും ആവശ്യമില്ലാത്ത ഒരു പുസ്തക പ്രകാശനം എന്നതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ വിശ്വ കൺസർവേഷൻ ട്രസ്റ്റിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ആരാധ്യനായ ശ്രീ രാജഗോപാൽ സാറാണ്. സാറിനെ ഇന്ന് ഈ ഒരു ചടങ്ങിന് ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഈ പുസ്തകം കൊടുക്കാൻ പറ്റിയെന്നത് തന്നെ വലിയൊരു കാര്യമായി ഞങ്ങൾ കരുതുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മളുടെ ഈ വെച്ചൂർ പശുവിന് പുനർജന്മം എന്ന പുസ്തകം രചിച്ച പത്മശ്രീ ഡോക്ടർ ശോഭന മഹേഷ് ഞങ്ങളുടെ എല്ലാം ഗുരുവാണ്. അതോടൊപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും വഴികാട്ടിയ മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം വളരെ മനോഹരമായി മലയാളത്തിൽ ഉള്ള ആ പുസ്തകത്തിന് ഒരു ഇംഗ്ലീഷ് തർജ്ജമ അത് വളരെ മനോഹരമായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. മാഡത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തകത്തിന്റെ തർജ്ജമ നിർവഹിച്ചത് ഡോക്ടർ രാധിക മേനോനാണ്. ഇനി നമുക്ക് ആംഗലേയ സാഹിത്യത്തിൽ മുതൽക്കൂട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഈ പുസ്തകം ഇന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് നിർവഹിച്ച ഡോക്ടർ രാധിക മേനോനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഇവിടെ ഇന്ന് ഈ ചടങ്ങിന് എത്തിയിട്ടുള്ള ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകം വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നത് നിർത്തുന്നു. നന്ദി. എല്ലാവരും ആദരിക്കുന്ന നമ്മുടെ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തിന്റെ കാരണവരായ ശ്രീ O രാജഗോപാൽ, നമ്മളെല്ലാവരെയും സ്വാഗതം പറഞ്ഞ ശ്രീ KC ജയൻ, ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് എഡിഷനാണ് നമ്മളിപ്പോൾ പ്രകാശനം ചെയ്തത് പ്രൊഫസർ രാധിക മേനോൻ. എൻ്റെ ബാബോ ശരിക്കും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയുടെ കാര്യമാണ്, പത്മശ്രീ ഡോക്ടർ സുസമ്മ ഐപ്പ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വേച്ചൂർ പ്രേമികളെ, സുസമ്മ ഐപ്പ് ഫാൻസ്, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പുസ്തകം ശരിക്കും ഒരു റിമാർക്കബിൾ കഥയാണ്. നമ്മളിത് കാണുമ്പോൾ, ഇങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ അയ്യോ ഇതൊരു അഗ്രികൾച്ചറിസ്റ്റ് മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു
ഒരു പുസ്തകം പോലെ തോന്നരുത്. അതിനാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിലൊരു ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ കഥ ശരിക്ക് ഒരു വലിയ ഒരു മഹത്വമുള്ള ഒരു കഥയാണ്. കാരണം ഇത് വെറും ഒരു പശുവിനെ കുറിച്ചല്ല, ഇതിലെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയൊരു സംഭവമാണ് ശരിക്കും നടക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും നല്ല വാക്ക് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ. ഡോക്ടർ വർഗീസ് കുര്യൻ വന്നിട്ട് അമൂലൊക്കെ സ്ഥാപിച്ചിട്ട് പാല് കറക്കാനും നമ്മുടെ രാജ്യത്തിന് ഇത്ര വലിയ, ആ കാലത്ത് തന്നെ ഒരു 30-40 കോടി ജനങ്ങൾ താമസിക്കുന്ന ഭാരതത്തിന് സെൽഫ് സഫീഷ്യൻ്റ് ആക്കണം പാലിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ ചില ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സിനെ കൊണ്ടുവന്നിട്ട് ക്രോസ് ഫീഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. അർത്ഥം കുറച്ചുകൂടി വലിയ പശുക്കൾ, കൂടുതൽ പാല് കൊടുക്കുന്ന പശുക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു കമേഴ്ഷ്യൽ മെൻറ്റാലിറ്റിയോട് നമ്മുടെ രാജ്യം വൈറ്റ് റെവല്യൂഷനിലേക്ക് കടന്നുപോയത്. പക്ഷെ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സാധാരണ ഡൊമസ്റ്റിക് കാറ്റ്, പ്രത്യേകിച്ച് ചെറിയ ബ്രീഡ്സ്, വലിയ ഉയരവും വലുപ്പവുമില്ല, അതിനെ സംരക്ഷിക്കാനും നോക്കാനും ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഡോക്ടർ അയ്യപ്പ് എഴുതിയിരിക്കുന്നു. ആർക്കും നമ്മുടെ അമ്മയുടെ പാല് കുടിക്കാൻ ഓർമ്മയില്ല, അവർക്ക് ഓർമ്മയില്ല. പക്ഷേ അവരുടെ മുത്തശ്ശി ആദ്യം ഒരു വേച്ചൂർ പശുവിൻ്റെ പാല് തന്നതിൻ്റെ ഓർമ്മ, ആ സ്വാദിൻ്റെ ഓർമ്മ ഒരിക്കലും വിട്ടിട്ടില്ലയാണ് ഡോക്ടർ അയ്യപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വേച്ചൂർ പശുവിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ ഇതിനെ എവിടെയും കാണാൻ സാധിക്കില്ലായിരുന്നില്ല. ഇതായിരുന്നു ഈ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് മോഡേണൈസേഷൻ്റെ പേരിൽ, നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 80% ഭാരതം ഗ്രാമദേശമായിരുന്നു, അഗ്രികൾച്ചർ മേഖലയിൽ ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ മോഡേണൈസ് ചെയ്യണം, കർഷകരുടെ പ്രവർത്തനവും ഡയറി ഫാമിങ്ങിനെയും നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നൊരു വിശ്വാസത്തിലാണ് ഈ വൈറ്റ് റെവല്യൂഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും നമ്മുടെ പഴയ ഡൊമസ്റ്റിക് കാറ്റിലിനെ വളർത്തണം, അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ആരും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു സമയമായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു കുറച്ചുകൂടി പാല് കിട്ടട്ടെ, നമ്മളുടെ എല്ലാ ഭാരതീയ കുട്ടികൾക്ക് പാല് കുടിക്കാൻ ഉണ്ടാവട്ടെ, ഈ വൈറ്റ് റെവല്യൂഷൻ പഴക്കട്ടെ. അതുകൊണ്ട് ആ കാലത്ത് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് കാറ്റലിനെ ഇഗ്നോർ ചെയ്യണത് ശരിക്കും ഒരു നോർമലായിരുന്നു. മോഡേണൈസേഷൻ്റെ പേരിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും, അതാണ് പറ്റിയിട്ടുണ്ടായത്. പക്ഷേ ഈ വേച്ചൂർ പശു ശരിക്കും ചെറിയൊരു ഗ്രാമമാണ് വേച്ചൂർ എന്ന സ്ഥലം, വൈക്കമ്മിൻ്റെ അടുത്ത്. ആ ഗ്രാമത്തിലത്തെ ഈ പശു ലോകത്തിലത്തെ എല്ലാം വെച്ച് ചെറിയ കാറ്റൽ ബ്രീഡ്സിലത്തെ ഒന്ന് പെടുമാണ്. വലിയ വലുപ്പമില്ല, പിന്നെ സൈസില്ല, ഉയരമില്ല, ഒന്നുമില്ല, ചെറിയൊരു പശുവാണ്. ഇതാ പടം കാണുന്നതല്ല. അപ്പോൾ ഈ പശുവിന് ശരിക്ക് ഇതിൻ്റെ എറാഡിക്കേഷൻ ആയോ? ഞാൻ പറഞ്ഞു, ഡോക്ടർ അയ്യപ്പ് പറഞ്ഞ പോലെ ആ പാലിൻ്റെ സ്വാദ് എത്ര നന്നായിരുന്നു, ആ സ്വാദ് എപ്പോഴെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഒരു വ്യക്തി, അവരുടെ ഒരു സ്റ്റുഡൻ്റായ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അനിൽ സക്കറിയ. അപ്പോൾ അനിൽ സക്കറിയ കേരളത്തിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ലോക്കൽ ചെറിയ പശുക്കൾ, വൈറ്റ് റെവല്യൂഷനിൽ ഉപയോഗപ്പെടാത്ത, വലിയ ഉപയോഗം കാണാത്ത പശുക്കൾ, അവരെ എങ്ങനെ നമ്മൾ രക്ഷിക്കാൻ വിചാരിച്ചിട്ട് കാസർഗോഡ് പശു, വിൽവാലി പശു, ചെറുവള്ളി പശു, ക്ഷമിക്കാർക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം അതിൽ ഒരു കോൺസർവേഷൻ യൂണിറ്റ് സ്ഥാപിച്ചു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ. ഈ പശുക്കളെയൊക്കെ നോക്കാനും വേച്ചൂർ പശുക്കളെ എങ്ങനെ വളർത്തി ഈ ബ്രീഡിനെ നമ്മൾ സംരക്ഷിക്കാൻ സാധിക്കും മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ വർഷത്തിനകം തന്നെ 24 പശു സ്ഥാപിക്കാൻ സാധിച്ചു. പക്ഷേ ഇത് ശരിക്കൊരു ത്രില്ലറാണ്. കാരണം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എതിർപ്പും ഭയങ്കരമുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു എന്തിനാണ് ഇത് ചെയ്യുന്നത്, ചിലർ പറഞ്ഞു ഇതിന് വേറെ എന്തൊക്കെയോ പിന്നെ പ്രശ്നങ്ങളുണ്ട്. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടപ്പെട്ടില്ല, അതിനെതിരിക്കാൻ തുടങ്ങി. ചില സ്വന്തം കൊളീഗ്സ് തന്നെ, അവരൊപ്പം പഠിപ്പിക്കുന്ന ചിലവരും കൂടി അവരെക്കുറിച്ച് മോശവാക്ക് പറയാൻ ഇറങ്ങി. എന്നിട്ട് ഒരു സമയത്ത് മാധ്യമക്കാരും കൂടി, നമ്മുടെ മാധ്യമ സുഹൃത്തോട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെയാണ് നഷ്ടങ്ങൾ നമ്മുടെ മാധ്യമത്തിൻ്റെ ഈഗർനെസ്സിൽ സംഭവിക്കുന്നത്.
മാധ്യമക്കാരും കൂടി ആക്യൂസേഷൻ തരാൻ തുടങ്ങി. ഇത് ജീൻ തെഫ്റ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഹെറോയിനെ ഒരു ചതിയത്തിയാക്കിയിട്ടാണ് പലരും സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവർ ധൈര്യത്തോടെ ആരും അവരെ ഡിറ്റർ ചെയ്യാൻ സാധിക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവസാനത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വാർത്ത ദേശീയ സ്ഥിതിയിലെത്തി. നമ്മുടെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയിലും കേന്ദ്ര മന്ത്രാലയങ്ങളിലും ഒക്കെ ഈ വാർത്ത എത്തിയപ്പോൾ ആൾക്കാർ വന്ന് ഈ കൺസർവേഷൻ പ്രോജക്റ്റ് കാണാൻ വന്നു. അങ്ങനെയാണ് ദി ഹെഡ് ഓഫ് ദി ആനിമൽ ഹസ്ബൻഡറി യൂണിറ്റ് at the Indian Council of Agricultural Research ഇത് വന്നിട്ട് കാണുകയും ചെയ്തു. പ്രൊഫസർ ആചാര്യ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യാൻ സാധിച്ചത്, ഞങ്ങൾ ഒരു സഹായമില്ലാതെ. അപ്പൊ അതായത് ഈ കഥയുടെ ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കാർ സഹായമില്ലാതെ ICAR അഡാപ്ഷൻ ഇല്ലാതെ ഒന്നുമില്ലാതെയാണ് ഡോക്ടർ ഐപ്പ് ഇതിനെ സംരക്ഷിച്ചത്. കോൺസർവേഷൻ പ്രോജക്റ്റിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഇന്ത്യക്ക് നമ്മൾ ദേശീയ സ്ഥിതിയിൽ ഒരു ടെംപ്ലേറ്റ് മോഡൽ പ്രോജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതോടെ ഈ മോശവാക്ക് പറഞ്ഞ് എല്ലാവരും മുണ്ടാണ്ടിരിക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പല കഥകളുണ്ട്. മോഡലാണ് കൊടുക്കേണ്ടത് നമ്മുടെ ശരിക്കും നാടൻ പശുക്കളുടെ പാലിന്റെ സ്വാദം നമുക്ക് അറിയാൻ സാധിച്ചു. പല പാവപ്പെട്ട കർഷകർക്കും അതിനൊരു പുതിയൊരു ജീവിതം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വേച്ചൂർ പശുവിന്റെ ജേം പ്ലാസ്മ കൊടുത്തിട്ട് അവർക്ക് ഈ പശുവിനെ വളർത്താനും അങ്ങനെ അവർക്ക് പഴിക്കാനുള്ള സാധ്യത കൊടുത്തിട്ട് പാവപ്പെട്ട കർഷകർക്ക് ഒരു പുതിയൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ചിട്ട് പറഞ്ഞിട്ടും കൂടി പറയട്ടെ, ഈ പ്രൊഫസർ ഐപ്പിതിൽ ഒരിക്കലും ഒരു ഹീറോയിനായിട്ടല്ല സ്വയം കാണിക്കുന്നത്. അവരൊരു മാറ്റർ ഫാക്ട് സ്കോളറായിട്ട് കഥ പറയാൻ അവർ അനുഭവത്തെ കുറിച്ച് ചെയ്തത്. പക്ഷേ അത് മാത്രമല്ല, എപ്പോഴും ഈ പുസ്തകത്തെ എല്ലാ പേജിലും അവരുടെ കോളീഗ്സാണ് നന്ദി കൊടുക്കുന്നത്. എന്തൊക്കെ പ്രവർത്തിച്ചവരാണ് ഹീറോസ് പറഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു വിഷണറി മനസ്സിന്റെ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. സാധാരണ എല്ലാവരെയും ആവശ്യമാണ് സ്വയം സെൻട്രൽ സ്റ്റേജിൽ ഇരുത്താനും നോക്കൂ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ. പക്ഷെ അതല്ല ഡോക്ടർ ഐപ്പ് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്തിരിക്കുന്നത് അതിന് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ടിൽ റിട്രീറ്റ് ചെയ്തിട്ട് മറ്റേവർക്ക് പഠിച്ചു കൊടുത്തു. ഇതും നമ്മുടെ സാമൂഹ്യത്തിൽ കൂടുതൽ കാണാത്തൊരു സ്വഭാവമാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ. അവസാനത്തിൽ ഒരു ചെറിയൊരു നന്ദി നമ്മുടെ രാജ്യം അവർക്ക് നൽകി പത്മശ്രീ കൊടുത്തു. ഐ തിങ്ക് പത്മശ്രീയും കൂടി പോരാ, അതിനേക്കാട്ട് കൊടുക്കണം. പക്ഷേ അവര് നമ്മളെല്ലാവരെയും പഠിപ്പിച്ച പാഠങ്ങൾ ഇനി വരാൻ പോകുന്ന ജനറേഷൻസ് തലമുറകൾ പഠിക്കട്ടെ. ഇതേപോലെ നമ്മളുടെ ട്രഡീഷണൽ സ്ട്രെങ്സിനെ സംരക്ഷിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഈ വാക്ക് ചുരുക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രകാശനം ഔപചാരികമായിട്ട് ചെയ്തു. നന്ദി, നമസ്കാരം. നമ്മള് സത്യത്തിൽ ജീവിച്ചാല് ചാപ്റ്ററിന്റെ പേര് തന്നെ സത്യം ജയിക്കും സത്യമേവ എന്നുള്ള ആ ഒരു ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ധൈര്യം തരുന്നത്? നമ്മുടെ സത്യമാണ് നമുക്ക് ധൈര്യം തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ദൈവത്തിലുള്ള ആശ്രയം. നമ്മളൊരു കാര്യത്തിൽ പോകുമ്പോൾ അവിടെ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾക്ക് നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആപത്തിൽ നിന്ന് കുഴിയിൽ നിന്നാലും ആപത്തിൽ നിന്നാലും കൈപിടിച്ച് മുകളിലേക്ക് കയറ്റാൻ നമ്മുടെ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയന്നു പോകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസമുള്ളവരെ കണ്ടേക്കാം, അതിനെ ഞാൻ മാനിക്കുന്നു. ഇന്ന് ഏറ്റവും ഒരു പ്രയാസം ഉണ്ടായ സന്ദർഭം എന്ന് പറയുന്നത് എൻ്റെ പേറ്റന്റ് ഇട്ടു, കള്ളക്കടത്ത് നടത്തി. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയതായിട്ടുള്ള സമയത്ത്
വന്ദന ശിവ എന്നുള്ളൊരു പരസ്യം വന്നിട്ട് അവര് പല ആരോപണങ്ങളും പറഞ്ഞു. ഫാറ്റിന് പേറ്റിന്റെ അടുത്ത് വന്നെടുത്തു, പശുവിന്റെ അടുത്തു, പശുവിന് പേറ്റിന്റെ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മറ്റു ഫാറ്റിനായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഫാറ്റിന്റെ ജീൻ അവർ കൊണ്ടുപോയിട്ട് വലിയ വലിയ മലകളോ വെണ്ണ മലകളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ പറഞ്ഞു എന്താണ് BP 0760395 എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഓർമ്മയില്. അങ്ങനെ ഒരു പേറ്റന്റ് എടുത്തു. ഇനി ഒരു സംശയത്തിനും കാര്യമില്ല, അത് പത്രങ്ങളിലൊക്കെ വന്നു. അപ്പോൾ പേറ്റന്റിന്റെ നമ്പരും കൂടെ വന്നതോടുകൂടി ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നായി. ഞാൻ ഇതൊന്ന് തെളിയിക്കും. ഏതായാലും കൊള്ളാം. റോസൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എടുത്തത് പറയാം. റോസൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അനേകം പേർ സ്വാമിനാഥൻ ഫൗണ്ടേഷന് ഇങ്ങനെയുള്ളവരെയൊക്കെ സമ്മതിച്ചു. കേരളയിലെ റാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പോട്ട് വന്നു. ഇതെല്ലാവരും അന്വേഷിച്ചു. അമേരിക്കയിലും എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പേറ്റന്റ് അപേക്ഷയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പേറ്റന്റ് അപേക്ഷ വന്നിട്ടുണ്ട്. അത് പിന്നെ തിരക്കുമ്പോൾ റോസൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ പറഞ്ഞു. അവർ പറയുന്നത് തൃശ്ശൂർ പശുവിന്റെ അൽഫ ലാക്ടാൽബുമിൻ കൊണ്ടുപോയി എന്നിട്ട് അത് പേറ്റന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അതായത് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ പാല് ശരിക്കും ദഹിക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മുലപ്പാലിനോട് സാദൃശ്യമായ ഒരു പാൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നത്. അതായത് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ജീൻ അത് ഒരു ഹോൾസ്റ്റീൻ പശുവിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ജനിക് ആനിമലിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പാലെടുക്കുമ്പോൾ മുലപ്പാലിനോട് സദൃശ്യമായിട്ടുള്ള പാല് കിട്ടി എന്നുള്ളതാണ്. അപ്പോ തെച്ചൂർ പശു ഇവിടെ കിടക്കുന്നു. മനുഷ്യന്റെ ജീനാണ് എടുത്തത്. അത് ഇൻസേർട്ട് ചെയ്തത് ഹോൾസ്റ്റീൻ പശുവില്ല. ഇനി തെച്ചൂർ പശു എത്തറിഞ്ഞു സംരക്ഷിച്ചിട്ടുണ്ട്. ഇതാണ്. അപ്പൊ നമുക്ക് സയന്റിസ്റ്റുകൾ തന്നെ അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയാൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സയന്റിസ്റ്റുകളായാലും പൊളിറ്റീഷ്യൻസ് ആയാലും ആരായാലും ശരി, ഈ ഭൂമിയിൽ അല്പ സത്യത്തോടും നന്മയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സഭയിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ MP ഇവിടെ പ്രസംഗം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് വെച്ചൂർ കൗ, ആ വെച്ചൂർ പശുവിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നോ എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു വിവരമില്ല. അതിന് ആൾക്കാർ ഇവിടെ കാണുമായിരിക്കും, സ്വാഭാവികം. ഏതായാലും ഇത്തരത്തിലൊരു പരിപാടിയിൽ വിഷയത്തെ പറ്റിയൊന്നും കാര്യമായി പറയാൻ അറിയാത്ത ഒരാളെ ഈ പരിപാടിയിൽ ഏതായാലും എല്ലാം അറിയുന്നതായിട്ടുള്ള നമ്മുടെ MP തന്നെ എന്നെ അദ്ദേഹമാണ് അത് തന്നിട്ടുള്ളത്. ഞാനത് വായിച്ചു നോക്കാം, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം. Her integrity, her grit, and her stamina. So that is as far as the content goes. Dr. Shashi Tharoor has virtually told you everything regarding the content. Regarding the tone as well, he has made a mention. The tone is equally fascinating. Because after the long and arduous fight, and it takes a huge toll on her, she has to give up so many things. It's so traumatic for her. But still, after that long and arduous fight, she doesn't crow over her opponents. There are no hoots of delight, no chest thumping, no crude hollering like, Tarzan, as he hollers after killing his wild game. Nothing of that kind. It's all in a day's work kind of attitude that she has. She has a kind of a poise, she has a kind of a dignity, a quiet confidence about her, which almost reaches the level of spiritual serenity. And I think all of us have a lot to gain and learn from that experience. Honestly speaking,
standing as I am under the spotlight, it is at odds with my personality as a translator. Because I feel that translators are fundamentally phony beings. In less flattering terms, translators are underground creatures. In still less flattering terms, translators are rodents. And when I say rodents, please don't imagine rats and mice. Imagine, the cheery faced, more constructive, more industrious beavers. So, without intending any self-puffery, I'd like to say that translators are literary and linguistic beavers because they construct dams and bridges. Beavers are actually considered as a kind of a keystone species that help in the preservation of the health of the ecosystem. So I think the translators too, because they create diversity, they preserve in some sense or the other the health of the ecosystem of global communication. I'm just a small and humble member of that species. But I'd like to use this occasion to thank Dr. Ipe because she trusted me with her book and she also gifted me with very many happy months of beavering away at her translation. Because when all is said and done, there's nothing I like in the world than being Finally, I'd like to thank the audience. You are the champions of the printed word. I feel that we are ourselves kind of an endangered species. And we have no conservationists except our own selves. So thank you one and all. Thank you very much. Thank you.